പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു: വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, അദ്ദേഹം പോകുന്ന കത്തോലിക്ക സഭയിലാണ്, അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞത്, സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരം, അതായത് ഓസ്തി മാത്രം കിട്ടിയാൽ അതൊരു പൂർത്തീകരണമാകുമോ? അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു. ഇങ്ങനെ ഈ സംശയമുള്ള ഒരുപാട് പേര് നിലവിലുണ്ട്. പുരോഹിത സഭകളിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇത് യേശുവിൻ്റെ ശരീരം മാത്രം ഭക്ഷിച്ചാൽ ഇതൊരു പൂർത്തീകരണമാകുമോ? യേശു തന്നതുപോലെ രണ്ടും രണ്ടായിട്ട് തരണ്ടേ? അങ്ങത് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, അപ്പോൾ ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമോ? ഞങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുമോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന കേരളത്തില് ഒരുപാട് പുരോഹിത സഭകളിൽ പോകുന്ന ആളുകളുടെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ ആ സഹോദരനോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി ഇതാണ്: യേശുവിന്റെ ശരീരം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് രക്തവുമുണ്ട്, അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരു ആൻസറാണ് അവിടെ നിന്ന് കിട്ടിയത്. അതൊക്കെ ഒരു ഊടായ്പ, മുടന്തൻ ന്യായങ്ങളാണ്, മുടന്തൻ ആൻസറുകൾ അതെല്ലാം. ഇതിനെ ആദ്യ കാലത്ത് അന്ത്യ അത്താഴം എന്നാണ് വിളിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് പല പേരുകളിലും ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പെന്തക്കോസ്ത് സഭകളെല്ലാം കർത്തൃമേശെന്നും, അതുപോലെ പുരോഹിത സഭകളിൽ കുർബാനയെന്നും, അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ ദിവ്യ കാരുണ്യം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് പിന്നെ ബൈബിളില് രണ്ടാം അപ്പോസ്തലൻ 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അഗാപ്പെ, അപ്പം മുറിക്കൽ ശുശ്രൂഷ, അതായത് അഗാപ്പയെ പറ്റി നമുക്ക് കാണാം. അവരെന്നും വൈകുന്നേരം കൂടുമായിരുന്നു അവിടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ. അത് അഗാപ്പ വിരുന്നാണ്, സ്നേഹ വിരുന്നാണ്. കാരണം ഓരോ വീടുകളിൽ നിന്ന് അപ്പം മുറിക്ക് കൊണ്ടുവരികയും അത് ഏതെങ്കിലും ഒരു വീട്ടിൽ അവര് പ്രയർ കൂടുമ്പോൾ അവിടെ വെച്ച് സ്നേഹ വിരുന്ന് അഗാപ്പെ നടത്താറുണ്ടായിരുന്നു അപ്പോസ്തലന്മാരുടെ കാലത്തൊക്കെ. എന്നാൽ ഇന്ന് പുരോഹിത സഭകളിൽ ഇതിനെ കുർബാനയെന്നും അതിനെ പെന്തക്കോസ്ത് സഭയിൽ കർത്തൃമേശമെന്നും ഒക്കെ വിളിക്കാറുണ്ട്. നമുക്കിതിന് അന്ത്യ അത്താഴം, ആരുടെയും ഒരു ഇത് വേണ്ട. യേശു എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആദിമ സഭയിലുള്ള പിതാക്കന്മാർ പറഞ്ഞതുപോലെ അന്ത്യ അത്താഴം എന്ന് വെച്ച് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസികളും ചിന്തിക്കേണ്ട, കേരളത്തിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കണം, യഥാർത്ഥമായി നിങ്ങൾക്ക് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും കിട്ടുന്നുണ്ടോ പുരോഹിത സഭകളിൽ നിന്ന്? ആ സഹോദരൻ പറഞ്ഞൊരു മറുപടി, അത് കേട്ടൊരു ആൻസർ: യേശുവിൻ്റെ ശരീരമാണ് എങ്കിൽ അതിൻ്റെ അകത്ത് രക്തമുണ്ട്, അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി. യേശു ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. യേശു തൻ്റെ ശരീരവും തൻ്റെ രക്തവും രണ്ടും രണ്ടായിട്ട് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ആണ് യേശു അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തത്. ഇനി അപ്പോസ്തലന്മാരാണെങ്കിൽ പോലും അവരും കൂടി വരുന്നപ്പോഴെല്ലാം ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ, യേശുവിൻ്റെ ശരീരവും രക്തവും യേശുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറയുന്നപ്പോൾ കൂടി വരുമ്പോഴൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് തന്നെ അപ്പോസ്തലന്മാർ രണ്ടും രണ്ടായിട്ട് തൻ്റെ സഭകളിൽ ചെയ്തു വന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ യേശു ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് അതിൻ്റെ അകത്തേക്ക് വേറെ എല്ലാം ഇഴച്ചു കയറ്റി അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ഒരു മുടന്തൻ ന്യായങ്ങളും അതിന് അത്രേ വില കൽപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കിന് അത്രേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് ഇതെല്ലാം വിശ്വാസികൾക്ക് മുടക്കി ഒരു കുർബാന തൊഴിലാളി, ഒരു തൊഴിൽ മാത്രമാക്കി വെച്ചുകൊണ്ട് അവർ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ സഹോദരന്റെ വാക്കിലൂടെ വിശുദ്ധ 1 കൊരിന്ത്യർ തിരുവചനം അതിന്റെ 11-ാമത്തെ അധ്യായം 23 തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം
അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതാണ് അപ്പോസ്തലന്മാർ ചെയ്തൊരു കാര്യമാണ്. ഇവിടെ എന്താണ് പറയുന്നത്? കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുമായ കാര്യം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് ഈ ശുശ്രൂഷ. ഈ വലിയ അതിശയത്തിന്റെ, ഈ വലിയ ജീവന്റെ ആ ശുശ്രൂഷ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. ഞാൻ നിങ്ങളെ ഇത് ഭാരമേൽപ്പിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോസ്തലൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയാം, എനിക്ക് ലഭിച്ച ഈ മഹാകൃപയുടെ ഈ ശുശ്രൂഷ അത് ഞാൻ നിങ്ങൾക്ക് ഭാരമേൽപ്പിക്കുകയാണ്. എന്താണ് ഭാരമേൽപ്പിച്ച ശുശ്രൂഷ? യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും ഇത് നിങ്ങൾ കൂടി വരുമ്പോഴെല്ലാം ഇത് അവന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. ഇതിൻ്റെ അകത്ത് യാതൊരുവിധ മായവും ചേർക്കാതെ ഞാൻ നിങ്ങളെ എന്താണോ ഭാരമേൽപ്പിച്ചത്, യേശു എന്നെ എന്താണോ ഭാരമേൽപ്പിച്ചത്, ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിക്കുന്ന ഈ വലിയ ശുശ്രൂഷ ഇത് നിങ്ങൾ കൂടി വരുമ്പോഴെല്ലാം ചെയ്യണമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ പറയാം. പിന്നെ അത് മറ്റൊരു കാര്യം, 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. അതായത് യേശുവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നിന്റെ മരണം വരെ നീ ഇത് കഴിക്കണം, നീ ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. ഒരു വിശ്വാസിയോട് പറയുന്ന കാര്യമാണ്. ഒന്നെങ്കിൽ യേശുവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നിന്റെ മരണം വരെയും നീ ഇത് ഭക്ഷിക്കുകയും നീ ഇത് പാനം ചെയ്യുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ അപ്പോസ്തലന്മാർ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇവിടെ പുരോഹിത സഭകൾ പറയുന്നു, അതിനകത്ത് യേശുവിന്റെ ശരീരമുണ്ടെങ്കിൽ അതിനകത്ത് രക്തമുണ്ട്. ഇന്ന് സഭകളിൽ കൊടുക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. എത്ര പുരോഹിത യാക്കോബ സഭയിലോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലൊന്നും ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല. ആ മനുഷ്യനും പറയുന്നു ഓസ്തി മാത്രമേ തരത്തുള്ളൂ, വേറെ ഒന്നും തരത്തില്ല. വളരെ ദയനീയതയോടെ, കാരണം അദ്ദേഹം പഠിച്ചത് കൊണ്ടാവാം ഇതെന്നോട് വിളിച്ചു പറഞ്ഞത്. അപ്പോ ഒരിക്കലും ഒരു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഒരു ദിവ്യകാരുണ്യം അല്ലെങ്കിൽ ഒരു അന്ത്യത്താഴം പൂർത്തീകരണമാകണമെങ്കിൽ യേശു എന്താണോ ചെയ്ത് കാണിച്ചത്, അപ്പോസ്തലന്മാരും ചെയ്തു, അത് അവന്റെ വരവ് വരെ, അതായത് യേശുവിന്റെ വരവ് വരെ അല്ലെങ്കിൽ നിന്റെ മരണം വരെ നീ ഇത് പൂർത്തീകരണമാകണമെങ്കിൽ അപ്പവും കഴിക്കണം, യേശുവിന്റെ ശരീരവും കഴിക്കണം, രക്തവും കുടിക്കണം. എന്നാലേ ഇത് പൂർത്തീകരണമാകത്തുള്ളൂ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കും. 19-ാം വാക്യം, പിന്നെ അവൻ അപ്പമെടുത്തു കൃതജ്ഞതയാൽ സ്തോത്രം ചെയ്ത് മുറിച്ചു അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ യേശുവാണ് ഇത് കാട്ടിക്കൊടുത്തത്. യേശു എന്താണ് ചെയ്തത്? പിന്നെ അവൻ അപ്പമെടുത്തു കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ചു അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്ന എന്റെ ശരീരമാണ് എന്നാണ്. ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് നിങ്ങൾ ചെയ്യാനും പറയുന്നു. പറഞ്ഞത് യേശുവാണ്. നിങ്ങൾ കൂടി വരുമ്പോഴെല്ലാം ഇത് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യണം. രണ്ടാമത്, അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തപ്പെടുന്ന അത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാണ്. ഇത് രണ്ടും നിങ്ങൾ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. അപ്പോ ഇന്നത്തെ പുരോഹിത സഭകൾ പറയാം അത് യേശു അങ്ങനെ ശരീരത്തിൽ ഉണ്ട്. അതൊക്കെ ഊടായ്പാണ്, അവരുടെ ഊടായ്പാണത്. പറഞ്ഞു മനസ്സിലായോ? അവരുടെ ഊടായ്പാണ് ഇതെല്ലാം. ഒരു അങ്ങനെ യേശു എന്താണോ പറഞ്ഞത് അതതുപോലെ ചെയ്യുന്നതാണ് ഒരു വിശ്വാസി. നിങ്ങൾ ഇന്ന് കേരളത്തിലുള്ള വിശ്വാസി അല്ലെങ്കിൽ പുറത്തുള്ള ആരെയും ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ഇത് രണ്ടുമുണ്ടോ? യേശു പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുക എന്റെ പാനം പാത്രം കുടിക്കുകയും ചെയ്യുന്നവന് എറ്റേണൽ ലൈഫാണ്, നിത്യജീവനെന്ന് പറയുന്നു. അപ്പൊ ഇന്ന് ഓരോ വിശ്വാസികൾ ഭയമായി, പുരോഹിത സഭയിലുണ്ട്, അകത്ത് വിശ്വാസം ഉണ്ട്, പുറത്ത് അകത്ത് ഇതുപോലെ സംശയങ്ങൾ ഇരിക്കുന്നവർക്ക് ഇന്ന് ഭയമാ. അയ്യോ, ഞങ്ങളിത് കഴിച്ചില്ലെങ്കിൽ എന്താകും, ഞങ്ങളിത് രണ്ടും കഴിക്കണ്ടേ, ഞങ്ങൾക്കിന്ന് ലഭിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് അകത്ത് ഒരുപാട് സംശയങ്ങളുമായി ഒരുപാട് വേദനപ്പെട്ട് കഴിയുന്ന ഒരുപാട് പുരോഹിത സഭകളിലുള്ള ആളുകളുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന വലിയൊരു ചോദ്യമാണിത്. ഇത് കിട്ടാത്തതിന്റെ വലിയൊരു ചോദ്യമാണ്. ഇനി അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 20-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. 20-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വചനത്തിലേക്ക്
നമുക്ക് നോക്കുമ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടായിരുന്നു കൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു. അവർ രാത്രി വരെ, അർദ്ധരാത്രി വരെ പ്രസംഗം നീട്ടിയെന്നാണ് പറയുന്നത്. അതായത് വിശുദ്ധ പൗലോസ് ലീഗയുടെ 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് വന്നിട്ട്, അതായത് ആഴ്ചയുടെ ആദ്യ ദിവസം അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷ, അതായത് യേശുവിന്റെ ശരീരവും രക്തവും അവർ വിശുദ്ധ സഭ കൂടി ആ വിശുദ്ധ സഭയില് യേശുവിന്റെ ശരീരവും രക്തവും അവർ ഭക്ഷിക്കുകയും പാനം ചെയ്തു. അപ്പൊ യേശു എന്താണ് പഠിപ്പിച്ചത്? അത് പിന്തുടർച്ചയായിട്ട് അപ്പോസ്തലന്മാർ അതിനകത്ത് ഒരു മായവും ചേർക്കാതെ അത് അതേപടി തന്നെ മുൻപോട്ട് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു തെളിവും കൂടി വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായം അതിന്റെ 35-36 നമുക്ക് നോക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും മുമ്പാകെ അപ്പമെടുത്തു ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് മുറിച്ചു ഭക്ഷിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി, അവരും ഭക്ഷണം കഴിച്ചു. അപ്പൊ യേശുവിന്റെ ശരീരം കഴിക്കുന്ന ഒരുവന്റെ അകത്ത് ഉന്മേഷമാണ്, അവന് സന്തോഷമാണ്, അവന് ഉല്ലാസമാണ്, അവന് സമാധാനമാണ്. അവൻ യേശുവും അതിന്റെ ശരീരത്തോട്, അവനും യേശുവിന്റെ ശരീരവും ഒന്നായി ചേരുകയാണ്. ഇത് ഭക്ഷിക്കാതെ, ഇത് പാനം ചെയ്യാതെ എങ്ങനെ യേശുവിന്റെ ശരീരവും അവന് ഒരു സഭയായി ഒന്നായി അവന് ചേരാൻ പറ്റും? അപ്പോഴാണ് പുരോഹിതന്മാർ പറയുന്നത് അത് അപ്പത്തിന്റെ അകത്ത് യേശുവിന്റെ രക്തമുണ്ട്, അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാതി എന്ന് പറയുന്നത്. അത് അവര് ഒരു തൊഴിലാളി ആയതുകൊണ്ടാണ്. യേശുവിനോടുള്ള ആ യേശുവിന്റെ വിശുദ്ധ ബലിയോടുള്ള ആ അന്ത്യത്താഴത്തോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്നത്തെ പുരോഹിതന്മാർ ഇങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ കാരണം. യേശുവിന്റെ ശരീരത്തോടും യേശുവിന്റെ രക്തത്തോടുമുള്ള ആ ദിവ്യ ബലിയോട്, ദിവ്യ കാരുണ്യത്തോട്, അല്ലെങ്കിൽ അന്ത്യത്താഴത്തോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് വിശ്വാസികൾക്ക് ഇത് കൊടുക്കാൻ അവർ മടിക്കുന്നത്. അതാണ് ഇതിന്റെ യഥാർത്ഥ സത്യത. ഇന്ന് പുരോഹിത സഭകളിൽ പോകുന്ന എത്ര വ്യക്തികൾ ഇന്ന് ക്ലാസ് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് യഥാർത്ഥമായി ഇത് ലഭിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ ഭക്ഷിക്കുകയും ഇത് പാനം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? കറക്റ്റായിട്ട് ഇത് നടത്തി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. യേശു യേശുവിന്റെ അപ്പോസ്തലന്മാർ, അതായത് സഭയോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ഇന്ന് ഇതിന്റെ പൂർത്തീകരണം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അവര് പുറപ്പെടാൻ നേരത്ത് ഈജിപ്തിൽ വെച്ച് അവര് പെസഹ ആചരിച്ചു. ഈ പെസഹ കഴിച്ചതിന് ശേഷം അവരുടെ വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല. അവർക്ക് മുമ്പിൽ ചെങ്കടൽ പാതയൊരുക്കി. എന്താണ്? അവർ പുറപ്പെടലിന്റെ സമയത്തിന് മുമ്പ് പെസഹ ആചരിച്ചു. യേശു എന്ത് ചെയ്യാൻ പറഞ്ഞു? യഹോശുവ എന്ത് ചെയ്യാൻ അവരോട് പറഞ്ഞു? അവരുടെ കുടുംബത്തില് ആൾ കഴിക്കുന്ന വിധത്തിലുള്ള കുഞ്ഞാടിനെ കൊല്ലുകയും അപ്പം ഭക്ഷിക്കുകയും ചെയ്യാൻ പറഞ്ഞു. അവർ എന്ത് ചെയ്യോ? കട്ടിലുമേലും അവരുടെ കുഞ്ഞാടിന്റെ രക്തം പുരട്ടാൻ എന്ത് യഹോശുവ പറഞ്ഞോ അതുപോലെ പൂർത്തീകരണത്തിന് ശേഷം അവർ പുറപ്പെടിയിൽ ആരംഭിച്ചപ്പോൾ അവരുടെ അകത്തൊരു ഉന്മേഷം ഉണ്ടായിരുന്നു. യഥാർത്ഥമായി യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന വ്യക്തിയെ നിന്റെ അകത്ത് രോഗത്തിന്റെ കെട്ടഴിയും. നിന്റെ അകത്ത് പല രോഗങ്ങൾ, ക്യാൻസർ എന്ന് പല രോഗത്തിന്റെ നീ വിശ്വാസത്തോട് കൂടിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും പല രോഗത്തിന്റെയും കെട്ടിൽ നിന്നെ കഴിയും. എന്നേക്കും ജീവിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത് എത്ര പേർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇന്ന് ഇത് പുരോഹിത സഭകളിലുണ്ടോ? ഇത് ഒരുപാട് ആകാംക്ഷയോടെ നോക്കി ഇതിനെ കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇത് കഴിച്ചാൽ പലരും മരണപ്പെട്ടേക്കാം, ഇത് കഴിച്ചാൽ പലരും രോഗികളായേക്കാം. ഇത് കഴിക്കുന്ന പലരും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്? ഇന്ന് പലരും ആത്മഹത്യ ചെയ്തു. ഇത് കഴിച്ചിട്ട് പുറത്തിറങ്ങിയാൽ വായിൽ നിന്ന് അസഭ്യം, വീട്ടിൽ വന്നാൽ ബഹളങ്ങളും തമ്മിത്തല്ലുകളും. ഈ വിശുദ്ധ അന്ത്യത്താഴം കഴിച്ച് വീട്ടിൽ വരുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.